വാൽക്കണ്ണാടിയുടെ ചർച്ചാവേദിയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മാറ്റങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ഭാഗത്തിൽ ന്യൂയോർക്ക് സ്റ്റേറ്റ് സെനറ്റർ കെവിൻ തോമസ്, ഫോർട്ട് ബെൻഡ് കൗണ്ടി ജഡ്ജ് KP ജോർജ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകി. അവരുടെ തലങ്ങളിൽ അമേരിക്കയിലെ ഇന്ത്യക്കാരുടെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരുടെ വീക്ഷണങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങളെ പറ്റി, നമുക്ക് തടുക്കാനാവാത്ത മാറ്റങ്ങളെ പറ്റിയാണ് അവർ ചർച്ച ചെയ്തത്. ഇതിൻ്റെ രണ്ടാം ഭാഗം. ഇനിയും യാത്രകൾ, നമ്മുടെ പുതിയ അറിവുകൾ നമ്മളെ മാറ്റത്തിന് എങ്ങനെയൊക്കെ തയ്യാറാക്കുന്നു എന്നുള്ള വിഷയത്തെപ്പറ്റി ശ്രീ മുരളി ജെ നായരും, അതിനുശേഷം വിശാലമായി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തേക്ക് ഇറങ്ങി വരികയാണ്. ഈ മാറ്റങ്ങൾ ഓരോരുത്തരെയും എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എന്നുള്ള വിഷയത്തെപ്പറ്റിയുള്ള ചർച്ചകളാണ് തുടർന്ന് നടക്കുന്നത്. അടുത്ത ഒരു മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നത് മറ്റാരുമല്ല, ശ്രീ മുരളി ജെ നായർ, അറ്റോർണി, റൈറ്റർ, ജേർണലിസ്റ്റ്, വിവർത്തകൻ. നമ്മളൊക്കെ യാത്ര ചെയ്യാറുണ്ട്, പക്ഷേ ഇതുപോലെ യാത്ര ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ നമ്മുടെ സന്ധ്യയിൽ നമ്മളെ ഒരു ചേഞ്ചിനെ പറ്റി പറയാം. യാത്രകൾ നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു, എങ്ങനെ നമ്മളെ ഒരു മാറ്റത്തിന് പ്രചോദിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്. ശ്രീ മുരളി ജെ നായരെ സഹർഷം ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ബഹുമാനപ്പെട്ട സെനറ്ററുടെയും ജഡ്ജിയുടെയും പ്രസംഗം കേട്ടു. പിന്നെ നല്ലൊരു സംഗീത വിരുന്ന് ആസ്വദിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാനീ പറയാൻ പോകുന്ന കാര്യങ്ങൾ എത്രമാത്രം എത്രമാത്രം യുക്തമായിരിക്കും ഇപ്പം എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും എന്നോട് കോരസൻ പറഞ്ഞത് മാറ്റം, ചേഞ്ചിനെ പറ്റി പറയാനാണ് പറഞ്ഞത്. അപ്പം ചേഞ്ചിനെ പറ്റി, അത് മാറ്റത്തിനെ പറ്റിയുള്ള എൻ്റെ കാഴ്ചപ്പാട്, എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാട്, യാത്രകളിൽ നിന്നും മറ്റനുഭവങ്ങളുടെ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് നേരത്തെയുള്ള പ്രാസംഗികർ, ബഹുമാനപ്പെട്ട സെനറ്ററും ജഡ്ജിയും പറഞ്ഞതിന് വളരെ വ്യത്യസ്തമായിരിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഈ മാറ്റം എന്ന് പറയുന്നത്, നമ്മൾ ഏതൊരു മാറ്റത്തെ പറ്റി പറഞ്ഞാലും മാറ്റം തുടങ്ങേണ്ടത് വ്യക്തികളിലാണ്. വ്യക്തികളിൽ നിന്നാണ് സമൂഹം മാറേണ്ടത്. സമൂഹം മാറുമ്പോഴാണ് രാഷ്ട്രം മാറുന്നത്. നമ്മൾ പറയും രാഷ്ട്രീയക്കാരൊക്കെ അഴിമതിക്കാരാണ്. ഈ രാഷ്ട്രീയക്കാർ ആരാണ്? നമ്മളിൽ നിന്ന് വന്നവരാണ് രാഷ്ട്രീയക്കാർ. അപ്പോൾ നമ്മളിലുള്ള അഴിമതി, ആ മനോഭാവം തന്നെയാണ് രാഷ്ട്രീയക്കാരാകുമ്പോൾ ഒരു കൂടുതൽ വലിയ രീതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയിലാണ് ആദ്യം മാറ്റം വരേണ്ടത്. ഒരു പോസിറ്റീവ് ചേഞ്ച് വരേണ്ടത് വ്യക്തിയിലാണ്. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഞാൻ കാര്യങ്ങൾ പറയാൻ പോകുന്നത്. അത് മാറ്റങ്ങൾ പല രീതി വരാം. അപ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ആ യാത്രകൾ എന്നെ ഒരുപാട് മാറ്റം മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വ്യക്തിനിഷ്ഠമായിരിക്കും. പക്ഷേ അത് എനിക്ക് തോന്നുന്നു നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്നുള്ള എനിക്ക് തോന്നുന്നുണ്ട്. ഈ മാറ്റത്തിന് നമുക്ക് മാറ്റാനൊക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മളെ പറ്റി, നമ്മുടെ ഓരോ വ്യക്തികളിലും മാറ്റാനൊക്കാത്ത കാര്യങ്ങളുണ്ട്. പക്ഷെ നമുക്ക് മാറ്റാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമുക്കൊരു തുറന്ന മനസ്സുണ്ടായിരിക്കും. അതാണ് ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ടത്. ആ തുറന്ന മനസ്സുണ്ടായിരിക്കുമ്പോഴാണ് നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും പുതിയ രീതിയിലുള്ള നമ്മുടേതായിട്ടുള്ള പുതിയ സംഭാവനകളുടെ സമൂഹത്തിനും രാഷ്ട്രത്തിനും നൽകാനും കഴിയുന്നു. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ജീവിതത്തിലുള്ള ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ യാത്രകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഈ പൗലോ കൊയ്ലോ പുസ്തകം, ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകത്തെ പറ്റി എല്ലാം കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരാൾ ഒരു ആഗ്രഹം, ഒരു തീവ്രമായ ആഗ്രഹം പ്രപഞ്ചത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികളും ഒരുമിച്ച് നിന്നിട്ട് ആ ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി പ്രയത്നിക്കുന്നു. ഇത് വളരെ അർത്ഥവത്താണ്. ഒരു വ്യക്തിക്ക് ഒരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിച്ച് ആ സ്വന്തം ജീവിതത്തിലേക്ക് അത് വരുത്താൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഒരു സമൂഹത്തിന് ഒന്നായിട്ടത് ആഗ്രഹിച്ച് സമൂഹത്തിന് മാറ്റം വരുത്തിക്കൂടാ? എന്തുകൊണ്ട് രാഷ്ട്രത്തിന് മാറ്റം വരുത്തിക്കൂടാ? ആലോചിക്കേണ്ട കാര്യമാണ്. ഞാനിത് പറയുമ്പോഴേ പൗലോ കൊയ്ലോയെ പറ്റി ഇത് എടുത്തു പറയാൻ കാരണമുണ്ട്. എൻ്റെ ജീവിതത്തിൽ വളരെ വളരെ സ്പഷ്ടമായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒന്നിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ക്ലാസ് മോണിറ്റർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് നാട്ടിൽ. ഞാൻ ക്ലാസ് മോണിറ്ററായിരുന്നു. ടീച്ചേഴ്സ് റൂമിൽ ഒരു വലിയ ഗ്ലോബ് ഉണ്ടായിരുന്നു. ഗ്ലോബിൽ ഇങ്ങനെ കൈവച്ചിങ്ങനെ കറങ്ങുന്നു, കണ്ണൂരിൽ നിന്നിട്ട് ഞാൻ സങ്കല്പിക്കും ലോകത്തിന് ചുറ്റും യാത്ര ചെയ്യുന്നതായിട്ട്. അന്ന് എൻ്റെ മനസ്സുണ്ടായിരുന്ന ആ ഒരു തീവ്രമായ ആഗ്രഹമാണ്
ലോകത്തിന് ചുറ്റും സഞ്ചരിക്കാനുള്ളത്. എനിക്കറിയാം അന്ന് പൗലോ കോയിലോ എഴുതിയിട്ട് പോലുമില്ല ഈ ആൽക്കെമിസ്റ്റ് എന്ന പുസ്തകം, ഈ തിയറി, ഈ ലോ ഓഫ് അട്രാക്ഷൻ ഒന്നും വളരെ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ അത് ആ പ്രപഞ്ചത്തിന് ആഗ്രഹം സമർപ്പിക്കുകയാണ്. 2006 ഞാൻ അതേപോലെ ലോകത്തിന് ചുറ്റും പോയി. അമേരിക്കയിൽ നിന്ന് തുടങ്ങി, ഇവിടുന്ന് പിന്നെ ഫിലഡൽഫിയ, സൗത്ത് ലേക്ക് സിറ്റി, പിന്നെ ടു ലോസ് ആഞ്ചലസ്, ടു ഹവായി, ടോക്കിയോ, സോൾ കൊറിയ, ബോംബെ, വെനീസ് ഇറ്റലി, പാരീസ് ഫ്രാൻസ്, അങ്ങനെ കറങ്ങി തിരികെ ഫിലഡൽഫിയ വന്നു. ആ ഒരേ ഡയറക്ഷനിൽ യാത്ര ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു എത്ര വർഷത്തിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ പ്രപഞ്ചത്തിന് സമർപ്പിച്ച ഒരു ആഗ്രഹമാണ് ഇപ്പോൾ എനിക്ക് സാധിച്ചിരിക്കുന്നത്. ഇതുപോലെ ഓരോരുത്തർക്കും പറ്റും. നമ്മൾ എത്ര പോസിറ്റീവായിട്ട്, നമ്മൾ എത്ര തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. സൈപ്രസ് ആണ് എൻ്റെ ആദ്യത്തെ യൂറോപ്യൻ അനുഭവം. ഡ്രൈവ് ചെയ്യുമ്പോൾ നവംബർ 9 1989 നവംബർ 9 BBC ന്യൂസ് കേട്ടുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ BBC അപ്പോഴാണ് പറയുന്നത്, ആ ന്യൂസിലാണ് അറിയുന്നത് ബെർലിൻ മതിൽ പൊളിയാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു യാത്ര, ആ 4 ആഴ്ച നടത്തിയ യൂറോപ്യൻ യാത്ര, പിന്നെ 3 വെസ്റ്റേൺ രാജ്യങ്ങൾ, അതായത് പശ്ചിമ ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പിന്നെ 3 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, പൂർവ്വ ജർമ്മനി, ചെക്കോസ്ലോവാക്യ, ഹംഗറി, ഈ 6 രാജ്യങ്ങൾ ഞാൻ ആ യാത്ര സന്ദർശിച്ചു. ആ യാത്ര വെച്ചാണ് ബെർലിൻ മതിൽ നേരിട്ട് പൊളിഞ്ഞു വിടുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന, നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നു, പോസിറ്റീവായിട്ടൊരു കാര്യം ആഗ്രഹിക്കുന്നു, നമ്മൾ നെഗറ്റീവായിട്ട് അതിന് യൂറോപ്പിൽ ഇപ്പോൾ നമുക്ക് കാശില്ലല്ലോ, അപ്പോൾ ആ നെഗറ്റീവ് എനർജി കൊടുക്കാൻ പാടില്ല. പോസിറ്റീവ് എനർജിയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ ആഗ്രഹത്തിനോടൊപ്പം ആ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ പ്രപഞ്ചത്തെ സമർപ്പിക്കുക. ഈ യൂറോപ്പിൽ നടത്തിയ ഈ 4 ആഴ്ച കൊണ്ട് ഈ 6 രാജ്യങ്ങളിൽ പോയി നടത്തിയ യാത്രയാണ് എൻ്റെ ജീവിതം മാറ്റിമറിച്ചത്. ഈ 4 ആഴ്ച കൊണ്ട് ഞാൻ പഠിച്ചതും കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ എത്ര കൊല്ലം സ്കൂളിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിച്ചാലും കിട്ടാത്ത അനുഭവങ്ങൾ എനിക്ക് കിട്ടി. യൂറോപ്പിൽ വെച്ചാണ് എനിക്ക് ഈ പെയിൻറ്റേഴ്സിനെ പറ്റി, വാങ്കോയെ പറ്റിയും, റംബ്രാൻഡിനെ പറ്റിയും, ഗോയയെ പറ്റിയും, എഡ്വേർഡ് മുങ്കിനെ പറ്റി, അങ്ങനെ കുറേ പെയിൻറ്റേഴ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ മ്യൂസിയങ്ങൾ സന്ദർശിച്ചപ്പോഴാണ് ഇവരുടെ പെയിൻറ്റിങ്ങുകൾ നേരിട്ട് കാണാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ മ്യൂസിക്, മൊസാർട്ടിനെ പറ്റിയും, ബീഥോവനെ പറ്റിയും, ബാക്കിനെ പറ്റിയും ഒക്കെ കേട്ടിട്ടുണ്ടെന്നല്ല, ഇവരൊക്കെ ആരാണ്, എന്താണ് അവരുടെ സംഗീതങ്ങളുടെ സംഭാവന, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. യൂറോപ്പിലെ പിന്നെ ഈ ഓസ്ട്രേലിയ സാൽസ്ബർഗിൽ മൊസാർട്ടിൻ്റെ വീട് ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പേര് മൊസാർട്ടിയം എന്നാണ്. അത് സന്ദർശിച്ചിട്ടാണ് മൊസാർട്ടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പിന്നെ ഓപ്പറ എന്ന് പറയുന്ന ആ സംഗീത നൃത്തശില്പം ആദ്യമായിട്ട് ഞാൻ കാണുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ്. നമ്മുടെ നാട്ടിൽ ബാലയിൽ കൊണ്ട് സംഗീതം അവതരിപ്പിക്കും, അതല്ല ഓപ്പറ എന്ന് പറയുന്നത്, അത് വേറെ. അപ്പോൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായ ചെക്കോസ്ലോവാക്യ, ഹംഗറി, പൂർവ്വ ജർമ്മനി, ഈ 3 രാജ്യങ്ങളിൽ കമ്മ്യൂണിസം എന്തായിരുന്നു, അതെനിക്ക് എൻ്റെ കണ്ണു തുറപ്പിച്ചൊരു കാര്യമാണ്. നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ലീഡേഴ്സ് പറഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതും അവിടെ നേരിട്ട് കണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താ പറയുക, രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട്, ആകാശവും ഭൂമിയും പോലുള്ള വ്യത്യാസമുണ്ട്. ആ രീതിയിലുള്ള മാറ്റമാണ് എന്നിൽ വരുത്തിയത്. അപ്പോൾ ഈ മാറ്റം ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സൗദി അറേബ്യയിലെ ജീവിതം എനിക്ക് ശരിയാവില്ല. കാരണം സൗദി അറേബ്യ പിന്നെ എനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല. കാരണം ഞാൻ വേറൊരു പുതിയ ലോകം കണ്ടു കഴിഞ്ഞു, പുതിയൊരു ജീവിത രീതി കണ്ടു കഴിഞ്ഞു, പുതിയൊരു ജീവിത ദർശനം കണ്ടു കഴിഞ്ഞു, പുതിയത് പലതും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മതിയായി സൗദി അറേബ്യ. എന്നിട്ടാണ് ഞാൻ അമേരിക്ക വന്നതും, പിന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ അമേരിക്ക വന്നത്. എനിക്ക് അമേരിക്കയിൽ ആരും ബന്ധുക്കളില്ല, അന്ന് ഇന്നുമില്ല. ആ ഒരു ചങ്കുറ്റം മാത്രമാണ് ഉണ്ടായത്, ആ ഒരു പോസിറ്റീവ് തിങ്. എനിക്കും ചിലതൊക്കെ പറ്റുമെന്നുള്ള തോന്നല്. ഞാനീ പറയുന്നത് ആ മാറ്റം നമ്മളുടെ ഉള്ളിൽ നിന്നാണ് ആദ്യം മാറ്റം വരുന്നത്. ആ മാറ്റത്തിൻ്റെ അത് മാറ്റം വരണമെങ്കിൽ നമുക്ക് ആദ്യം ഓപ്പൺ മൈൻഡ് ആയിരിക്കണം. നമ്മൾ പുതിയ പോസിറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കാൻ തയ്യാറാകണം. അപ്പം നമ്മളെ നെഗറ്റിവിറ്റി നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ഇത് പറയുമ്പോൾ പിന്നെ നമ്മുടെ ഒരു രാജ്യത്തെ മാറ്റം വരണമെങ്കിൽ ഒരു ഭരണാധികാരികളുടെ ഇച്ഛാശക്തി എങ്ങനെ വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ നേരിട്ട് കണ്ടത് കൊളംബിയയിലാണ്. കൊളംബിയയിൽ ഞാൻ 3 പ്രാവശ്യം പോയിട്ടുണ്ട്. കൊളംബിയയിൽ പോയപ്പോൾ ആൾക്കാരോട് ചോദിക്കുക, ആദ്യം കൊളംബിയയിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ കൊളംബിയയിലേക്ക് ആരെങ്കിലും പോകുമോ, എന്ത് കാണാനാണ് പോകുന്നത്, അവിടെ മുഴുവൻ ഡ്രഗിൻ്റെയും മറ്റേ ക്രിമിനൽസിൻ്റെയും ഒക്കെ സ്ഥലമല്ലേ കൊളംബിയ. പക്ഷെ അങ്ങനെ നോക്കിയാൽ ന്യൂയോർക്ക് എന്താ പ്രശ്നം, ന്യൂയോർക്ക് വ്യത്യസ്തമാണോ, ഫിലഡൽഫിയ വ്യത്യസ്തമാണോ? ഞാൻ കൊളംബിയയിൽ ഹോണ്ടുറാസിലൊക്കെ പോയിട്ടുണ്ട്, ഈ ഡ്രഗിൻ്റെയും ഒക്കെ അക്രമങ്ങളുടെയും ഒക്കെ ക്യാപിറ്റൽ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. പക്ഷെ കൊളംബിയയിൽ എന്നെ വളരെ സ്വാധീനിച്ചൊരു കാര്യമുണ്ട്. മെഡല്ലീൻ എന്ന് പറഞ്ഞൊരു സിറ്റിയുണ്ട് കൊളംബിയയിൽ. മെഡല്ലീൻ കാർട്ടലും പിന്നെ കാലി കാർട്ടലും തമ്മിലായിരുന്നു വലിയ പ്രശ്നങ്ങളൊക്കെ. ഈ പൗലോ എസ്കോബാറിൻ്റെ സ്ഥലമായിരുന്നു മെഡല്ലീൻ.
പൗലോസ്കാരൻ ഒരു കേട്ടുണ്ടാവും, വലിയ ഡ്രഗ് ഇതൊക്കെ നാർക്കോസ് എന്നുള്ള ആ ഷോ കണ്ടുണ്ടാവും. അതില്ല പൗലോസ്കാരൻ എസ്കോബാറിൻ്റെ സ്ഥലമാണ് കൊളംബിയ. അദ്ദേഹത്തെ പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അദ്ദേഹം മരിക്കുകയായിരുന്നു. അപ്പം ഈ കൊളംബിയയിൽ മെഡജീൻ എന്ന് പറയുന്നത് ഡ്രഗ് ഡീലും ഈ ക്രിമിനൽ ആക്ടിവിറ്റിയും കൊണ്ട് വളരെ മോശമായിട്ട് വളരെ നശിച്ചുകൊണ്ടിരുന്ന ഒരു സിറ്റിയാണ്. എന്നിട്ടാണ് ഈ ഡ്രഗ് കാർട്ടലിലേക്ക് അമർച്ചതിന് ശേഷമാണ് മെഡജീൻ സിറ്റി റീബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. എന്നിട്ട് 1995 അവിടെ ഒരു മെട്രോ സ്ഥാപിക്കപ്പെട്ടു. ഈ ട്രെയിൻ സർവീസ് കൊളംബിയയിലെ ആദ്യത്തെ മെട്രോ ആണ്. ഞാൻ കൊളംബിയ സന്ദർശിച്ച സമയത്ത് ഞങ്ങൾ ടൂറിസ്റ്റ് ഗൈഡ് പറയുകയാണ്, ഞാൻ കൊളംബിയയിൽ ആദ്യം പോയത് 2014 ആണ് പോയത്. അപ്പോൾ ഞങ്ങൾ ടൂറിസ്റ്റ് ഗൈഡ് പറയുകയാണ്, എൻ്റെ സിറ്റിയെ പറ്റി ഒരുപാട് ചീത്ത കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം ഈ സിറ്റി മുഴുവൻ ഞങ്ങൾ ക്ലീൻ ചെയ്തു. ഇവിടെ മാലിന്യങ്ങളൊന്നുമില്ല, ഒരു തരത്തിലുള്ള മാലിന്യങ്ങളുമില്ല. ഉദാഹരണം, ഞങ്ങളുടെ മെട്രോ നിങ്ങളൊന്ന് നോക്കുക. മെട്രോയിൽ ഒരു പോറൽ പോലും ഏൽക്കാതാണ് ഞങ്ങൾ ആ മെട്രോ സിസ്റ്റം സംരക്ഷിക്കുന്നത്. ഞാൻ പിറ്റേ ദിവസം കൊളംബിയ മെട്രോയിൽ മെഡജീനിലെ മെട്രോയിൽ ഞാൻ ട്രാവൽ ചെയ്തപ്പോൾ കണ്ടു, ട്രെയിൻ ഇത്ര ക്ലീനായിട്ട് ഉള്ള റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും വളരെ അപൂർവം കണ്ടിട്ടുണ്ട്. നമ്മൾ മറ്റുള്ള മെട്രോ സ്റ്റേഷനിൽ ചെന്ന് ഗ്രാഫിറ്റി എടുത്തുണ്ട്, ട്രെയിൻ അത് കുത്തിവരച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഒന്നായിട്ട് ഒന്നായിട്ട് അഭിമാനം കൊള്ളുകയാണ് അവരുടെ ഇതിനകത്ത്. കൊളംബിയൻ ഭരണാധികാരികളുടെ ഇച്ഛാശക്തിയാണ് അവിടെ കാണുന്നത്. ഇത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്ന ഒരു രാജ്യം ഇത്ര നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ എന്തുകൊണ്ട് കേരളം, എന്തുകൊണ്ട് ഇന്ത്യ ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല? അതിന് രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം. അത് തുടങ്ങുന്നത് നമ്മളിൽ നിന്നാണ്, സന്നദ്ധതായികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ, കേരളത്തിൽ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ആൾക്കാർ നമ്മൾ നമ്പർ 1 ആണെന്ന് പറയും. നമ്മൾ ഒരു പുതിയ കാര്യം കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവശങ്ങൾ നമ്മൾ ആദ്യം ആലോചിക്കും. എത്ര നെഗറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുക, അതാണ് നമ്മൾ ചിന്തിക്കുന്നത് മുഴുവൻ. അത് അമേരിക്ക വന്ന കേരളത്തിലെ കാര്യം ഇത് ഞാൻ പറയുന്നത്. കേരളത്തിൽ മാത്രമല്ല ഇത്, കേരളത്തിൽ മാത്രം രാഷ്ട്രീയകാര്യം എന്തായാലും ഒരു പുതുതായിട്ടൊന്നും ഉൾക്കൊള്ളാൻ മലയാളി തയ്യാറല്ല. നമ്മുടെ വിചാരം മലയാളി പുതുതായിട്ട് ഉൾക്കൊള്ളാൻ തയ്യാറാണെന്നാണ്. എന്നോട് ഇദ്ദേഹം നമ്മുടെ ബഹുമാനോട് ജഡ്ജി പറഞ്ഞതിൻ്റെ ഒരു ഇതാണ്, ഞാൻ ബൾഗേറിയയിലെ ഒരു ടൂറിന് ബൾഗേറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമായിരുന്നു. കമ്മ്യൂണിസ്റ്റ് താറുന്നത് ഫ്രീ ആയിട്ട് ഒരു ടൂറിന് പോയപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ബ്രിട്ടീഷുകാരാണ് എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ കേരളത്തിലെ 100% സാക്ഷരതയുള്ളവർ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തിരഞ്ഞെടുക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ചോദിക്കുക, എങ്ങനെ എനിക്കറിയാമില്ല, എനിക്ക് അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. കേരളത്തിൽ വരുന്ന ടി വി സീരിയലുകൾ കാണുകയാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ മെയിൻ ജോലി. എത്രമാത്രം നെഗറ്റിവിറ്റിയാണ് ആ ഓരോ കുടുംബങ്ങളിലേക്കും ഈ ടി വി സീരീസ് വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എല്ലാം ഒന്നിലെ കണ്ണീർ കഥകൾ. അവർ കണ്ടിട്ട് അവരും കരയാണ്, കാണുന്നവരും കരയാണ്, ഒരു കാര്യമില്ല. എന്നിട്ട് ആ വീടുകളിലേക്ക് നെഗറ്റിവിറ്റിയാണ്. അതുപോലെ തന്നെ 4% കേരളത്തിലെ ജനങ്ങളാണ് ഇന്ത്യയുടെ കൺസ്യൂമർ പ്രോഡക്ട്സിന്റെ 10% വാങ്ങിക്കുന്നത്. അവരാണ് ഇത് സ്പോൺസർ ചെയ്യുന്നത്. അത് ആലോചിച്ചോണ്ട് ഒരു ഭാഗത്ത് നെഗറ്റിവിറ്റി കൊണ്ടുവരിക, ഒരു ഭാഗത്ത് ഇല്ലാത്ത പൈസ കടം വാങ്ങിച്ചിട്ട് ചെലവാക്കാനുള്ള മനുഷ്യർക്കൊരു പ്രേരണ കൊടുക്കുക. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം അഡ്രസ് ചെയ്യേണ്ടത്. നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ഏറ്റെടുത്ത മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസ് മന്ത്രി, പിന്നെ ആരാന്നല്ലേ അദ്ദേഹം, പൊതുമരാമത്ത് ടൂറിസം മന്ത്രിയാണ്. ഈ കഴിഞ്ഞ പുതിയ മന്ത്രിസഭ ഒന്നും അധികാരമായിട്ടില്ല. അദ്ദേഹം ചെയ്ത ഒരു കാര്യം എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ടൊരു ഇൻ്റർവ്യൂ, സന്തോഷ് ജോർജ് കുളങ്ങരയായിട്ട് അദ്ദേഹം അഭിമുഖം നടത്തിയിട്ട്, ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ട് ഒരുപാട് എപ്പിസോഡുകളൊക്കെ അദ്ദേഹത്തിൻ്റെ സഞ്ചാരി ചാനൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ള ഐഡിയാസ് ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തെ മീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം കേരളത്തിൽ ഒരു രാഷ്ട്രീയക്കാരും ചെയ്യുന്നതല്ല ഒന്നും. കാരണം രാഷ്ട്രീയക്കാർ വേറെ ആൾക്കാരെല്ലാം അറിയാവുന്നതാണ്. അങ്ങനെ ഒരു പോസിറ്റീവ് മാറ്റം, ഈ ഒരു പോസിറ്റീവ് മാറ്റമാണ് ഈ ചേഞ്ച്. ഇതൊക്കെ ആ ചേഞ്ച്, നമ്മുടെ ചേഞ്ച് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. എനിക്കിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് എന്നെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച കോർസനും ഇതിൻ്റെ പ്രവർത്തകർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും നിങ്ങൾക്കെല്ലാം എന്നെ ഇത്ര നേരം കേട്ടതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇത് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീ ഷാജു സാം, അദ്ദേഹം വൈസ്മെൻസ് ക്ലബിൻ്റെ US ഏരിയയുടെ ഡയറക്ടറാണ്, ഏരിയയുടെ പ്രസിഡൻ്റാണ്. ഒരു മലയാളി ആദ്യമായിട്ട് ആ ഒരു സ്ഥാനത്ത് എത്തിച്ചേരുന്നതുള്ള അഭിമാനകരമായുള്ള ഒരു കാര്യമാണ്. 100 വർഷം പഴക്കമുള്ള അമേരിക്കയിൽ ഉണ്ടായ ഒരു ക്ലബ്ബാണ്. അതിൻ്റെ ചരിത്രത്തിൻ്റെ സെൻറ്റിനറി സമയത്ത് ഒരു മലയാളി അതിൻ്റെ സാരഥിയായിട്ട് വരുന്നത് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ്. ശ്രീ ഷാജു സാമിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സെനറ്റർ കെവിൻ തോമസ്, ജഡ്ജ് KP ജോർജ്, സാഹിത്യകാരൻ, സ്നേഹമുള്ള കോറസൻ വർഗീസ്, ബാക്കണ്ണാടിയെ നിയന്ത്രിക്കുന്ന സിറ്റി, കൂടിയിരിക്കുന്ന എല്ലാ കമ്മ്യൂണിറ്റി ലീഡേഴ്സ്,
ഈ വാൽക്കണ്ണാടി കഴിഞ്ഞ 7 വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും അതിന് പ്രഗത്ഭനായ ബഹുമാനപ്പെട്ട കോറസൻ വർഗീസ് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ആനുകാലിക വിഷയങ്ങളെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ ഈ വാൽക്കണ്ണാടിയിൽ കൂടെ നടത്തുന്ന പരിശ്രമത്തിന് ആദ്യമായി അനുമോദനം നൽകുന്നു. എനിക്ക് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഈ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലായിരിക്കണം ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് സമൂഹത്തിലും രാജ്യത്തിലും രാഷ്ട്രത്തിലുമൊക്കെ ഉണ്ടാവണം. അതിന് നമ്മൾ ഓരോരുത്തരും ഒന്നിച്ച് നിന്നെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അത് രാഷ്ട്രീയപരമായാലും സാമൂഹികപരമായാലും ഉള്ള മാറ്റങ്ങൾ നമുക്ക് ഒന്നിച്ച് നിന്ന് പരിശ്രമിക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്ന് പുതിയ നേതാക്കളെ കൊണ്ടുവരുന്നതിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോയിസ് ഫാൻസ് ക്ലബിൻ്റെ നോർത്ത് ഈസ്റ്റ് റീജിയൻ ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഡോക്ടർ അലക്സ് മാത്യു. അദ്ദേഹം സ്റ്റോണി ബ്രൂക്ക് ഹോസ്പിറ്റലിൽ പ്രൊഫസറാണ്. അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റി ലീഡറാണ്, നല്ലൊരു വാഗ്മിയാണ്, വാൽക്കണ്ണാടിയുടെ ഒരു സുഹൃത്തും വഴികാട്ടിയുമാണ്. ആദരപൂർവ്വം ഡോക്ടർ അലക്സ് മാത്യുവിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് എവരിബഡി. ഒരു പ്രസംഗത്തിനുള്ള സമയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. വാൽക്കണ്ണൻ്റെ നേതൃത്വത്തിലുള്ള ഇതുപോലെയുള്ള ഒരു സായനത്തിലേക്ക് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട കോറസൻ വർഗീസിനും അതിൻ്റെ ചുമതല വഹിക്കുന്ന CB ഡേവിഡിനും മറ്റുള്ളവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. അത്രയും അധികം ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കാറില്ല, അതുകൊണ്ട് എൻ്റെ ശൈലി അല്പം പഴകിയെന്ന് തോന്നിയാലും 2-3 കാര്യങ്ങൾ മാത്രം പറയാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ പല മാറ്റങ്ങളെപ്പറ്റി പലതും കേട്ടു. കോറസനെ സംബന്ധിച്ചിടത്തോളം ഈ പന്തികൾ കൂടിയൊക്കെ അദ്ദേഹം നമ്മൾ ചിന്തിക്കാത്തതും പലപ്പോഴും ആലോചിക്കാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയും നമ്മളെ ചിന്തിപ്പിച്ച് അതിൽ കൂടി ഒരു മാറ്റം ലഭിക്കുന്നതിനായിട്ട് കൈവരുത്തുന്നതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 7 വർഷങ്ങളിലെ പ്രയത്നങ്ങളെ അദ്ദേഹത്തിൻ്റെ ബുക്കും അതുപോലെയുള്ള മറ്റ് ഇപ്പോൾ TV യിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഇൻ്റർവ്യൂസും എല്ലാം വളരെ ഏറെ ശ്ലാഘനീയമാണ്, വളരെയേറെ അഭിനന്ദനം അർഹിക്കുന്നു. കോറസിനെ പ്രത്യേകം ഈ സംരംഭത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഇവിടെ പറഞ്ഞ സെനറ്റർ കെവിൻ തോമസും ജഡ്ജ് KP ജോർജും ഒക്കെ പൊളിറ്റിക്സിലെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും സമകാലീന അമേരിക്കയിലെ ആ മാറ്റങ്ങളുടെ പ്രാധാന്യം എന്തെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. എന്നാൽ ഞാൻ ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് അതേപ്പറ്റി ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. ഈ പാൻഡമിക് 2020-21 നമ്മളെ പല പാഠങ്ങളും പഠിപ്പിച്ചു. ഇന്ന് വരെ നമ്മളെ ഒഴിച്ചുകൂടാൻ വയ്യ എന്ന് ചിന്തിച്ചിരുന്ന പലതും നമുക്ക് ഒഴിക്കാമെന്നും അതിനപ്പുറമായിട്ട് നമുക്ക് ജീവിക്കാമെന്നും നമ്മെ പഠിപ്പിച്ചു, നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനപ്പുറമായിട്ട് ഒരു കാര്യമുണ്ട്. ഈ പാൻഡമിക്കിനെ പറ്റി ഏപ്രിൽ 2021 CDC കൊണ്ടുവന്നതായിട്ടുള്ള ഒരു റിപ്പോർട്ടിൽ ഈ പാൻഡമിക് മൂലം രോഗം ബാധിച്ചവരും ഹോസ്പിറ്റലൈസ്ഡ് ആയവരും മരിച്ചവരുമായിട്ടുള്ള ആളുകളുടെ ഒരു അനാലിസിസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അമേരിക്കയിലെ പോപ്പുലേഷൻ സബ്സെറ്റിൻ്റെ വലിയൊരു സോഷ്യൽ ഡിസ്പാരിറ്റി അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ബൈ ഫാർ in my experience, and this is what CDC also said, Hispanics or Latinos, followed by African Americans, followed by American Indians, followed by Asians and Indian Americans, and last, white Caucasians. This is the decreasing order of hospitalizations, deaths from COVID-19. എന്തുകൊണ്ടത് സംഭവിച്ചു? There are a lot of social discriminants of health. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല.
കാരണം എന്തുകൊണ്ട് ഒരു ഹിസ്പാനിക്കിനോ ഒരു ലറ്റീനോയ്ക്കോ ഒരു വൈറ്റ് കൊക്കേഷനേക്കാൾ കൂടുതൽ ഈ ലോകം കിട്ടുന്നു? അവരുടെ ജീവിത രീതിയിലും ജീവിത ശൈലിയിലുള്ള വ്യത്യാസങ്ങളാണ്. There are disparities in housing, in occupation, in education, in their accessibility to health care and their treatment. So ആ ഏരിയകളിലാണ് നാം ബോധവാന്മാരാണെങ്കിൽ ചേഞ്ചസ് വരുത്തുന്നതിന് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിന് ഇവരെ പോലെയുള്ള ജഡ്ജി KP ജോർജ് അദ്ദേഹത്തിൻ്റെ പല എക്സ്പീരിയൻസസും പറയുകയുണ്ടായി. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദെയർ. അതെല്ലാം നമ്മുടെ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായി ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നുകയാണ്. ഞങ്ങളുടെ വൈസ്മെൻ ഇൻ്റർനാഷണലിൻ്റെ ഇൻ്റർനാഷണൽ പ്രസിഡൻ്റ് ഈ കഴിഞ്ഞിടെ നടന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇപ്രകാരം പറഞ്ഞു: ഹീൽ ദ വേൾഡ് വിത്ത് ലവ് ആൻഡ് ഡിഗ്നിറ്റി. ഏത് മാറ്റം ഉണ്ടാകണമെങ്കിലും സ്നേഹത്തോടും നമ്മുടെ ബഹുമാനത്തോടും കൂടി ഈ ലോകത്തെ സൗഖ്യപ്പെടുത്തുന്നതിൽ കൂടിയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. And as Shaju just mentioned and everyone mentioned, love begins in your own heart. Michael Jackson said a famous പാട്ടിൽ പാടിയതുപോലെ, heal the world, and if you look into yourself and look into your heart, if you love others, then you can always spread that message of healing. അത് തന്നെയാണ് ഞാൻ ഇച്ചിരി നീണ്ട ഒരു പ്രസംഗമൊക്കെ തയ്യാറെടുത്തിരുന്നു, പക്ഷേ അത് ഞാൻ പറയുന്നില്ല. ലാസ്റ്റിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഡേവിഡ് സുസുക്കി എന്ന് പറയുന്ന ഒരു ഫേമസ് എൻവയൺമെൻ്റലിസ്റ്റ് ഉണ്ട് കാനഡയിൽ. അദ്ദേഹം പറയുന്നത്, ഇഫ് വി ആർ വില്ലിംഗ് ടു ചേഞ്ച് അവർ പെർസ്പെക്റ്റീവ്സ് അബൌട്ട് ദ വേൾഡ് വി ലിവ് ഇൻ, ദെൻ വി ആർ റെഡി ടു ചേഞ്ച്. അദ്ദേഹം ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പശ്ചാത്തലത്തിലാണ് അത് പറഞ്ഞത്, എന്നാലും അത് വളരെ പ്രാവർത്തികമായിട്ടുള്ള ഒരു സംഗതിയാണ്. The way we see the world shapes the way we treat it. If a mountain is just a deity, not a pile of ore, if a forest is a sacred grove and not timber, if other species are biological kins and not resources, and if planet Earth is our mother and not just an opportunity, if we view the world in a different perspective, then we start loving the world and we are able to bring a change in this world. I think that's a challenge that we are all living in, and I think COVID-19, leave aside all the struggle we all went through, but it has taught us some valuable lessons, and let's think about the positive going forward. Thank you, Parson, again for all your good words. വാൽക്കണ്ണാടിയെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് സിബി ഡേവിഡ്. ഇന്ന് ഈ വാൽക്കണ്ണാടി ഈ നിലയിൽ ഇവിടെ എത്തി നിൽക്കുന്നതിൻ്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചതും ബലപ്പെടുത്തിയതും ധൈര്യപ്പെടുത്തിയതും ഇന്നും പ്രചോദനം തരുന്നതും സിബി ഡേവിഡാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കായിട്ട് കാത്തിരിക്കാം. നമസ്കാരം എല്ലാവർക്കും. കെവിൻ തോമസ്, KP ജോർജ്, കോരസൻ, ഒരു KKK ഇവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. വാൽക്കണ്ണാടിയിൽ ഒരു K ഉണ്ട്. ബഹുമാനപ്പെട്ട ഓണറബിൾ ജഡ്ജ് KP ജോർജ്, സെൻറ്റർ ഓണറബിൾ സെൻറ്റർ കെവിൻ തോമസ്, ശ്രീമാൻ അഡ്വക്കേറ്റ് മുരളി ജെ നായർ, ബഹുമാനപ്പെട്ട മറ്റു വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രോജ്വലമായ ഒരു സദസ്സാണിത്. കാരണം വാൽക്കണ്ണാടി സ്ത്രീകളെ പറ്റി പറയാറുണ്ട്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറഞ്ഞതുപോലെ സ്റ്റുഡിയോ റൂമിൽ നിന്ന് തെരുവിലേക്ക് വാൽക്കണ്ണാടി ഇറങ്ങിയിരിക്കുകയാണ്. എഴുത്തുകളിൽ തന്നെ ഒതുങ്ങാതെ അതൊരു പ്രവാചക സ്വരവുമായിട്ടാണ് വാൽക്കണ്ണാടിയിലൂടെ കോരസൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിസൂക്ഷ്മമായ നിരീക്ഷണവും നിരൂപണവും ഒക്കെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചലനങ്ങൾ പോലും വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അത് എങ്ങനെ ലോകത്തിന് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണം എന്താണെന്നുള്ള ഒരു കാര്യം വെച്ചാൽ അദ്ദേഹത്തിലുള്ള അഭിനിവേശമാണ്. അത് ലോകം നന്നാവണം, മനുഷ്യൻ നന്നാവണം, നല്ലൊരു ലോകക്രമം ഉണ്ടാവണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശത്തിൽ നിന്നാണ് നിരന്തരമായ ശ്രമം. എല്ലാ ഇടങ്ങളിലും ഒരു നന്മ കണ്ടെത്താനുള്ള അദ്ദേഹത്തിൻ്റെ നിരന്തരമായ ശ്രമമാണ് വാൽക്കണ്ണാടി. അതിൻ്റെ ചെറിയൊരു ഭാഗമാവാൻ എനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ഒരു തമാശ പറയാറുണ്ടായിരുന്നു, വാൽക്കണ്ണാടി എന്ന വീഡിയോ സെഗ്മെൻറ്റ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
എൻ്റെ വീട്ടിലെ സ്റ്റുഡിയോയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുറേ ആളുകൾ, കുറേ നല്ല വിശിഷ്ട വ്യക്തികളെ നമ്മൾ അവിടെ വരുത്തിയും പലരുടെ അടുത്ത് പോയി നമ്മൾ റെക്കോർഡ് ചെയ്തു. എങ്കിലും ഞങ്ങളവിടെ റെക്കോർഡ് ചെയ്യുന്ന റൂമിൽ എൻ്റെ വീട്ടിലെ ചെറിയ ബ്ലാക്ക് ചെയേഴ്സാണ് ഉണ്ടായിരുന്നത്. അപ്പം ആ ബ്ലാക്ക് ചെയേഴ്സിലിരുന്ന് കോർസൻ്റെ വാൽക്കണ്ണാടിയിൽ പങ്കെടുത്ത ഒരാൾ തീർച്ചയായിട്ടും അയാൾ ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്ത് എത്തിയിരിക്കുമെന്നുള്ളത്. അങ്ങനെ ഇരുന്ന 3 പേരാണ് ഇവിടെ ഇന്ന് വിശിഷ്ട വ്യക്തികളായി ഇവിടെ എത്തിയത്. അതൊരു യാദൃച്ഛികതയാണ്. ബഹുമാനപ്പെട്ട KP ജോർജ് അവരുകൾ ആ സമയം ഇലക്ഷനിൽ നിൽക്കുമ്പോഴാണ് പാർക്കിൽ എൻ്റെ വീട്ടിൽ വന്ന് കോർസൻ്റെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തത്. അങ്ങനെ അദ്ദേഹം അന്ന് ബ്ലാക്ക് ചെയറിലിരുന്നു. മുരളി ജെ നായരും ആ ബ്ലാക്ക് ചെയറിലിരുന്നു. 2 സെഗ്മെൻറ്റ് നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ കെവിൻ തോമസും ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞു അദ്ദേഹം ആ വീട്ടിൽ വന്നു. ആ റൂമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്തു. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഒരു ഇൻ്റർവ്യൂ എടുത്തിരുന്നു ഇലക്ഷന് ശേഷം. അങ്ങനെ ആ ബ്ലാക്ക് ചെയർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പോട്ട് അഭിനിവേശമുള്ളവർ ആ ബ്ലാക്ക് ചെയറിൽ ഇരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളൊരു സന്ദേശം കൂടി എനിക്കുണ്ട്. ഇവിടെ മാറ്റത്തെപ്പറ്റി പറഞ്ഞു, നമ്മൾ കേട്ടു. 2 ഭരണകർത്താക്കളിൽ നിന്ന് നമ്മൾ സന്ദേശങ്ങൾ കേട്ടു. രാജ്യം മുഴുവൻ ചുറ്റിക്കറങ്ങുന്ന ആളിൽ നിന്നും നമ്മൾ സന്ദേശങ്ങൾ കേട്ടു. മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാവേണ്ടത്, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ, നമ്മുടെ മനോഭാവങ്ങളിലാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ മലയാളികൾ നമ്മൾ മിടുക്കരാണെന്നൊക്കെ നമ്മൾ സ്വയം പറയുന്നുണ്ടെങ്കിലും ശരിയാണ്, നമ്മൾ മാറിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ നമ്മൾ ഇന്ന് കേരളത്തിലോട്ട് തിരിച്ചു നോക്കിയാൽ വളരെ പരിതാപകരമാണ് ഇന്നത്തെ അവസ്ഥ. രാഷ്ട്രീയമായിട്ടുള്ള കാലാവസ്ഥ കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ കാലാവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ 25 വർഷം മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ രാജ്യം നന്നാവും, 25 വർഷം കഴിയുമ്പോഴേക്കും നമുക്ക് ഒക്കെ ശരിയാണ്. ഇന്ന് നോക്കുമ്പോൾ നമുക്ക് 5G ഉണ്ട്, 6G ഉണ്ട്, ചിലപ്പം അമേരിക്കയെ പോലും ഇല്ലാത്ത ജികളൊക്കെ കേരളത്തിൽ കാണും. അവിടുത്തെ പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും അമേരിക്ക വരുമ്പോൾ ഗീർവാണം പറയാറുണ്ട്, ഞങ്ങൾക്ക് എത്രയുണ്ട് ട്രിവാണത്തിരുന്നാൽ എല്ലാം നമുക്ക് ആക്സസ് ഉണ്ട്. പക്ഷേ കാര്യം ശരിയാണ്, ഗ്രാനൈറ്റ് പൂശിയ ബിൽഡിങ്ങുകളും റോഡുകളുമാണ്. ഇപ്പോഴും നമ്മളൊരു കടയിൽ കയറണേ അതിൻ്റെ മുൻപിൽ കിടക്കുന്ന മാലിന്യം ചവിട്ടി മാറ്റിയിട്ട് വേണം നമ്മൾ കേരളത്തിലെ ഒരു കടയിൽ കയറാൻ. അത് കാണിക്കുന്നുണ്ട് ആ കടയുടമയുടെ മനോഭാവം. അത് കാസർഗോഡ് വന്ന് തിരുവനന്തപുരത്ത് വരെ യാത്ര ചെയ്ത് എവിടെ കയറിയാലും അവർ പൊലിമ കാണിക്കാനായിട്ട് ഗ്രാനൈറ്റ് പൂശിയിട്ടുണ്ടാവും. അതാണ് ഒരു കാളമുണ്ട, അല്ലെ ഒരു കോഴിത്തല, അല്ലെ കാളെ കൊന്നതിൻ്റെ എല്ല് വലിച്ചെറിയുന്നു. ഇതാണ് നമ്മുടെ മനോഭാവം. അതിലൊരു മാറ്റം വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയിൽ വന്ന് നമുക്ക് അതിന് സാധ്യതയുണ്ട് മാറ്റം വരുത്താനായിട്ട്. നമ്മുടെ കാഴ്ചപ്പാടിലും പ്രവർത്തനങ്ങളിലും ആണ് നമുക്ക് ആദ്യം മനോഭാവങ്ങളിലാണ് മാറ്റം വരുത്തേണ്ടത്. അതിനിപ്പോൾ നമുക്ക് രാഷ്ട്രീയത്തിൽ എങ്ങനെയും കയറണം, നമുക്ക് അളിയനെ എങ്ങനെ അവിടെ വലിച്ച് കയറ്റണം, എൻ്റെ അളിയന് എന്തെങ്കിലും ഒരു പൊസിഷൻ കൊടുക്കണം, ഇതാണ് നമ്മുടെ മനോഭാവമെങ്കിൽ ഒരിക്കലും അമേരിക്കൻ രാഷ്ട്രീയത്തിലേക്കോ ഒരു പൊസിഷനിലോ നിങ്ങൾ കയറരുത്. അവസാനം ജയിലിച്ച് നിങ്ങൾ പെടും എന്നുള്ള ഒരു സംശയമില്ല. സത്യസന്ധതയും കർമ്മകുശലതയും നീതിബോധം ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്ക നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം ഇറങ്ങിത്തിരിക്കാവൂ. നമുക്ക് ബഹുമാനപ്പെട്ട KP ജോർജിനെ ഇവിടെ കിട്ടി എനിക്ക് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. വീണ്ടും കാണാം. കോർസന് വാൽക്കണ്ണാടി മുന്നേറട്ടെ, കൂടുതൽ പരിപാടികൾ ഇങ്ങനെ വരട്ടെ. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. മിക്കവാറും എല്ലാവരും തന്നെ ഓരോരോ അസോസിയേഷനും ഓരോരോ കാര്യങ്ങളിലും മുൻപന്തിയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഈ പ്രവർത്തനത്തിൽ ഇതിൻ്റെ പുറകിൽ ഒരു 4 പേരെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ you gonna see what I can say the decrease in the power. അപ്പോൾ അങ്ങനെ വരുമ്പോൾ we have to put our hands together. When somebody come forward, we have to really admire and be with them. I mean, I remember Judge KP George. I mean, I actually got a chance to review his activities. I myself had a concern, like how he is called as a judge. I know he was in the financial consultation and all those things, but eventually when you look at his activities, I was amazed. In Texas, in Fort Bend, right? Fort Bend County, his activities is more than like a chief minister. Wherever he goes, his execution, his words, his action, everything is wondered by people, local citizens there. It's a real achievement. So like that, Kevin, and also Mr. Murli, likewise, നമ്മളെല്ലാവരും ഓരോരോ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. പിന്നെ അതേ കോൺസെപ്റ്റിൽ തന്നെയാണ് ഞാനും ഒരു ചെറിയ ശ്രമം നടത്തി
ശ്രമത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉദ്ദേശിച്ച നമ്പേഴ്സ് കിട്ടിയില്ല. പക്ഷേ ഒരു തമാശയ്ക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളായിരുന്നു. With that concept, we can join together, put our efforts together, we can definitely get the success or succeeds story. ഇതിനകത്ത് ഒരു വാക്കുകൂടെ എനിക്ക് പറയാനുണ്ട്. ഇവിടെ ഇരിക്കുന്ന അത്രയും വ്യക്തികൾ ഓരോരുത്തരും നിങ്ങളെല്ലാവരും നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ ക്യാമ്പയിനിൽ വന്ന് പ്രവർത്തിച്ചു. ആ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി തന്നെ ഇവിടെ നമ്മൾ ഇവിടുത്തെ ഈ ലോക്കൽ ഡിസ്ട്രിക്ട് 23 we made a big impact. We made a big impact, and with that impact I'm working on something, most likely it's going to materialize, and that's going to be a real success news. So we have to wait for maybe a couple more weeks. I will bring that success news with all your effort and joint effort and concept. We can win together, succeed together, serve together. Thanks for the opportunity. Have a nice evening. Are we ready for a change? It's a good subject Corson has brought up, and I was carefully listening to these three speakers. Eloquently and very effectively they have produced something to think about it. Are we ready to change? Certain things are changing, especially from last year. Because of the pandemic, we have changed a lot. It forced us to change. We changed our habits, we changed our customs, our protocols, everything has been changed. Now, when it comes to certain things, we are ready to change certain things, but certain things we are not ready to change. And we don't want to change certain habits. Certainly, change is required not just for the sake of change, but honestly to change ourselves and the society. Otherwise, when we are ready for that, change will automatically take place. It's a very good attempt. Thank you so much, Corson. Very good attempt. Keep it up. Thank you. ചേഞ്ച് എങ്ങനെ ഉണ്ടാകാം എന്നുള്ളതാണ്. ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തികളിലും കുടുംബങ്ങളിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ സമൂഹത്തിലും നമ്മുടെ രാജ്യത്തിലുമൊക്കെ ഉണ്ടായിരിക്കും. നമുക്കറിയാം, ഒരു 1.5 വർഷം 2 വർഷത്തിന് മുന്നേ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ബിസിയായിരുന്നു, ആർക്കും ഒന്നിനും സമയമില്ലായിരുന്നു. എന്നാൽ ഈ 2 വർഷത്തിന് ആർക്കും വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാനൊക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ആ ചേഞ്ച് എല്ലാവരും അംഗീകരിച്ചു. ഒരു ഫോൺ ചെയ്യാൻ പോലുമുള്ള സമയം പോലും ആരും കാണുന്നില്ലായിരുന്നു. അതുപോലെ ചേഞ്ചസ് ഏത് വന്നു കഴിഞ്ഞാലും നമുക്ക് സ്വീകരിക്കാൻ ഒക്കുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണത്. മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും സഹായിക്കുവാനുള്ള ഒരു മനസ്സൂടെ നമുക്കുണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടാവും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. ഇവിടെ എല്ലാവരും മാറ്റത്തെ പറ്റി സംസാരിച്ചു. ഒഫീഷ്യൽസ് അവരുടെ കാര്യം, അവരുടെ വേർഷൻ പറഞ്ഞു. നമ്മുടെ സാഹിത്യകാരൻ സഞ്ചാരി അദ്ദേഹത്തിൻ്റെ വേർഷൻ പറഞ്ഞു. ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ മാറ്റം ഇവിടെ ഇത് കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല. മാറ്റം വരുത്താനുള്ള മനോഭാവം മലയാളികൾ കാണിച്ചില്ലെങ്കിൽ എനിക്കൊരു കാര്യത്തിലുള്ള റിക്വസ്റ്റ്, നമ്മൾ പഠിച്ചു വന്ന ആ ഡയറക്റ്റി ഇത് നമ്മുടെ ഇവിടുത്തെ തലമുറയെ പഠിപ്പിക്കും. മലയാളി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെ മാറ്റണം. ഇവിടുത്തെ ഈ ഡിസ്ട്രിക്ട് 13 ഇഷ്യൂ 3-4 ഇന്ത്യൻ ഇവരെല്ലാം കൂടെ ഒന്നിച്ചുകൂടി ഒരാളെ നിർത്തിയായിരുന്നെങ്കിൽ ഈസി ആയിട്ട് ഇവിടുന്ന് ജയിച്ചു വരും. പക്ഷേ ഇത് ഒരു കാര്യം ഞാൻ പറയാം, ഈ ഫോർച്ചുനേറ്റ്ലി അമേരിക്കയ്ക്കുള്ള ഒരു ഗുണം എനിബഡി ക്യാൻ റൺ ഫോർ ഓഫീസ്. പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ചാടിക്കറി നിൽക്കും. ബട്ട് I always tell people, if somebody wanted to run for election, first of all they have to have a name ID they have to create. Because see, once you put your name on the ballot, nobody should ask, or nobody is asking, who is this guy? Somebody will support you, somebody will not support you, somebody maybe don't care. But nobody should ask, who is this guy? So how do you do that? There are so many organizations. There are Chamber of Commerce. There are we have so many, like
Lions Club and Rotary Club. And so പലപ്പോഴും ആൾക്കാർ ഞങ്ങളുടെ അവിടെ ഒരാൾ ഇലക്ഷൻ എന്നിട്ട് പറഞ്ഞു ഞാൻ മലയാളി അസോസിയേഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. That is not something you have to jump into the mainstream and to do things in such a way. First of all, somebody said this had to come from me. So my attitude is the work I am doing today is also going to benefit the people even opposing me and their children. So I'm opening the door for so many people they never thought about doing what I'm doing. So this is, I always say that it is nothing about KP George. It is nothing about KP George. This is a purpose. ചില സമയത്ത് ഞാൻ ആലോചിക്കുന്നു, who am I? I'm nobody. Really, I'm not. Nobody. So I believe God gave me an opportunity to get in front of people and create a trail where our children, they are brown people, and they come up. Nobody will ask where they're coming from. And so that's the purpose. And you have to understand your purpose, and that is the key. ഇപ്പോൾ election ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ആൾക്കാർ എന്നെ കൊണ്ട് മുന്നേ ഇരുത്തി, you get all that camaraderie and all that stuff. But that's not why we do this. When we see a purpose, the path we are creating for our children. I always say at this point, I don't even care about whether I get any recognition, or I don't care about any of that stuff, because the purpose is so clear in front of me. I know that I'm going to make a difference in people's life, and so many of it. Because I always say that, because we are in office, I'm in office. There was a rental assistance program for 200, 300, up to 5, 6, 7,000 people. We give them rental assistance, utility assistance, and and also mortgage assistance, and all this stuff we initiated. And so now I put around $8 million on the side so that I could support our charities, from the American Rescue Plan Act. So there's so many things we are doing it, and I tell my staff, it is nothing we do about any one of us. The sooner we realize that, we are better off. And that's the whole idea. I know it is 9, little after 9, it is a Friday evening. I don't know, I wanted to, if you have any question, I will definitely answer. I will be here. Ask me anything. And also, don't think I know it. No, I know. And I'm so thankful. God gave me, this is another thing. I use my faith. Always I use my faith as a guiding light. And I keep my Bible on my desk. And somebody complained, somebody coming from a Hindu background complained about, on my bio, I said I'm a devout Christian. So I said, I grew up among Hindus, Muslims, all kind of people. And I respect them. First time in the history of Fort Bend County, we celebrated Eid. This Eid time, and we celebrated Islamic art in that courthouse because of me. And also, I already talked to the Hindu community, and I said, we are going to celebrate Diwali this year in that courthouse, which never happened. 182 years of Fort Bend history. It never happened. So I always say, I respect you. I respect you as whether you are Hindu or Muslim. And whatever that is, we respect you, we appreciate you, but at the same time, don't tell me who should I call or what is my faith. That faith is guiding me. And I will continue to use that. But if I don't respect you, if I don't believe in, if I don't respect you, if I don't respect your faith, then you come and talk. And that's the way I look at it. So we have to stand, sometimes it is hard, okay? Every time they look at you and say, oh, no, he don't know what he's doing. I face that every time. And I'm like, absolutely, doesn't matter. So we have to stand tall. And we have to know why we are there. I always think in Fort Bend County, almost 900,000 people, you don't think anybody is smarter than me out there? Oh yeah, there is a lot of people out there. But God gave me this opportunity for a reason. So that's the way I look at it. God gave me this opportunity for a reason. I'm going to do everything possibly I can do to fulfill His desire with me. And I will do that. And so sometimes we think, I was talking to a group of our young people, young people, inspiring them, and I said, think about it. A barrister went educated in Oxford, came back with, those days we all know that, Mahatma Gandhi, and those days anyone come back with a law degree is a superstar in India.
Why would he put everything on the side and fight for the average people's freedom? And I don't know how many of you watched Legere Hamunabai, the movie. Legere Hamunabai. Yeah. The last part, Mahatma Gandhi's soul come and talk. And in that talk, he said, he talked about all the characters, what happened to them. At the end, he said, you might be wondering what happened to me. He said, 3 bullets are not going to kill me. 3 bullets are not going to kill me. My faith, my belief, my ideology is going to live. Okay. Immediately after his passing, Martin Luther King traveled to New Delhi to visit his samadhi. And so that explained what he said is true. In 2012, President Obama said, Mahatma Gandhi is my guiding light. That means... That started wearing the Gandhi trophies. Yeah, so that tell you Mahatma Gandhi was right about what he said. So think about it. Why do Nelson Mandela take 28 years of his youth spent in jail? And see, when I talk to young people, why do you think this kind of people do that crazy thing? And another thing is, think about, Mother Teresa came from Europe, lived in the slum, rest of her life. Why do people do this kind of crazy thing? It is crazy, think about it. She got a better life, she could live in and be a nun in Europe. She could have done that. Why would people do that? And the interesting thing about it is 2 people, Mahatma Gandhi and Martin Luther King, took a path of non-violence. They both got killed for doing that. So why would people do that kind of crazy thing? Simply because they see their purpose. That's what it is. And that's the way, I'm nowhere to, I'm just making a statement. I'm not comparing myself with none of these people. They all are great souls. But my point is, I believe we all are. I was listening to a motivational speech. They said, we are each one of us selected from 4 billion or something sperms. One person. We are selected to become who we are. So, don't tell me there is no purpose in it. Each and every one sitting here, out there, God created. And so when I talk to young people, I say, do you know a single person exactly like you? 7 billion people on the face of the earth. And so, nobody exists other than you. You are so uniquely God created. Don't tell me there is no purpose. There is a purpose. So, see, I got my first pair of slippers when I was in 3rd grade. So, I don't know, I never had an opportunity to go to an English medium school and study and all that stuff because we were poor. We didn't have the opportunity to do it. But it doesn't matter. So it doesn't matter. That's the message I have. It doesn't matter. As long as you know where you're going. Where you were is not relevant. Where you're going is the only thing is relevant. So, and I know, this is Friday evening and I don't know, I'm just maybe boring you guys with this, but this is the thing. Gotta believe in what you're doing. And every one of us, there are so many people in Kerala love to be in your shoes. Means they love to be here. They never had an opportunity. If God give you and me an opportunity, you're telling me there is no purpose? There is a purpose. There is a purpose. I had a unique experience to go to China a couple of times, and I was in, when I went to school and talked to young people, like around 50 seniors. And I always talk about dreams and goals and all that stuff, and I told them at the end, talking, I said, okay, you are seniors, you are about to graduate from high school. What would you do as your next step? Provided you could do anything. Provided you could just decide, this is what I'm going to do. 95% of the kids said they wish they could go to US to continue their studies. And when you go to India, I go to many colleges, not like I go to colleges and stuff like that, ask them, I speak to young people. Many times, sometimes these young people come and ask me, 1 or 2 people come and ask me, Mr. George, is there any way I can go to US to study? I feel sorry for them. Nothing I can do to bring them here unless I have a $50,000 to spend a year, which I don't have. And so we are chosen. That's my point. We are selected to be here. So it doesn't matter. It is politics. It doesn't matter. Maybe something else you want to do. But find, and this is the last thing I will tell you. I remember attending a seminar a long time ago
And he said, in that last a breakout session, he took a piece of paper and gave it to everybody. He said, today we are going to do a special exercise. What it is, we all are going to die. We all are going to die. So when we die, somebody is going to write an obituary about what you did. And so what does it look like? You're assuming you are dead, but still you could write that obituary. So everybody was looking at that paper for a minute, like nobody think about our obituary, right? People are never going to write how big of a car you had, or what kind of house you're living in, or how much money you have in the bank. Simply think about it. People write how many people are better off because of you. And yeah, I see about American businessmen, doing that. Jeff Bezos, he just quit. He's not the CEO anymore. When you look at Facebook guy, 25% of asset he give away to people. I mean, this 25% is big numbers. And look at any people. I mean, even Bill Gates. He started the Bill and Melinda Gates Foundation, which is one of the largest philanthropic organizations in the world. So the American business, നാട്ടിലുള്ളവരാണ് ഈ അംബാനി വന്നിട്ട് പിന്നെ അത് മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ അടുത്ത മക്കൾക്ക് ഇപ്പം നാട്ടിലാണെങ്കിലും പോപ്പുലറും മറ്റേതും മറിച്ചതും എല്ലാം മക്കൾക്ക് കൊടുത്ത് മൂന്നാമത്തെ തലമുറ വരും അവർ എങ്ങനെയല്ലേ കൊളാക്കി കൊടുക്കും. അത് വേറൊരു കാര്യം. So my point is here, there is always, they find a purpose in what they do. So I think we need to do that. We all are so blessed. We are here for a reason. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് ഇൻഹെറിറ്റൻസ് കിട്ടേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ, that's a problem, in my opinion. You should never give your children. I'm telling you, I will not give my children. ഞങ്ങൾക്ക് ഒത്തിരി പൈസ ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ I'm not going to give a single penny to my children as inheritance. Very simple. I told my son. Very simple. If they are looking for that, then that is a problem. And many people I know that they went and bought a house for their kids. And I'm like, what is their goal in their life? I came from Kokato. So if we all could do what we did in our life, our children should be doing 10 times better, 20 times better. So my point is, don't save money for our children. There is no need, because only thing we need to give it to them is education. And rest, do some charity or something. Because what happens is when you get out and do this, we didn't have a good house. And so in Kokato, so I started a charity back in India. And we build small houses for people. Like it may be around, now it is getting expensive, up to $5,000 to build a small house. And we did maybe 20 plus houses, and we have worked with Sunil Amos, she's a good friend of mine. And so I guess what I'm trying to say is that when you started doing that kind of stuff, you're going to be much more fulfilled. And I'm not saying anybody doing that kind of stuff. I'm just saying this is the way I look at it. There is no reason to save money. അതുപോലെ തന്നെ ചാരിറ്റി ചെയ്ത് ആരും broke ആയിട്ട്. എന്താണ് മോട്ടിവേഷൻ ആയിട്ടുള്ളത്? ഒരു ഭരണതലത്തിൽ ഒരു അധികാരത്തിൽ എത്തണം, സെർവ് ചെയ്യുക, പബ്ലിക്കിനെ സെർവ് ചെയ്യുക. ഐ വാണ്ട് സെർവ് ദ കമ്മ്യൂണിറ്റി എന്നുള്ള ഒരു മോട്ടിവേഷൻ അത് എവിടെ നിന്നാണ് കിട്ടിയത്? See, I tell you, this is. ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്കിപ്പോൾ ഒരു പൊസിഷൻ വേണം, എനിക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടി അത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നമുക്കൊരു വിഷൻ ഉണ്ടായിരുന്നു. You have to be a visionary, not to be a leader. I give you an example. When I was in 2018, when I was running for this position, I didn't have any money. I took around $40,000-$50,000. That's all I had in the bank, and I spent in all this stuff. And then days I worked like 16 hours a day and stuff like that. 2018 November 6, evening, in Texas is okay. There is early voting for 2 weeks. Early voting is നിങ്ങൾ ജയിച്ചാൽ ജയിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ election day you are never going to catch up. So when early voting result came, I had around 10,000 plus margin, difference already. And so we kind of knew that the end result is going to be. So we are in a place, Madras Company, in a restaurant, we were sitting, and there's a lot of people talking all this stuff, and then 2 Indian kids, North Indian kids, came to me and said, because there's a lot of excitement, they said, Mr. George, today we feel we could do the same thing. And thank you for standing up, and thank you for doing what you did. I really wanted to cry. I
I literally wanted to cry because there are times when I look back, there was nobody behind me. There are times when I needed money, there was no money. And when I heard that from that kids, I said, you know what? This is why I did it. That's why I did it. And so, see, to answer your question, that's my purpose. And today, I don't look at even running for another big position or this or that. If it happened, it happened. If it never happened. And sometimes people come and say, oh, this guy is running against you, that guy is running against you. I'm like, so what? This is an elected office. People are going to run against you. That is understandable. And you know what? If I did my job, and I go and explain to people, which we do very well. I mean, if anyone follows us on social media, you will see that. And people will re-elect you. Okay, let's say people in Fort Bend County said, we don't want KP George no more, and what I'm going to do, I'm going to jump out of the window. I will do something better. Absolutely, I have no doubt. I will do something better. So, this is the thing, you have to look at it. The final explanation is, this is what it is. I remember listening to motivational speeches. He said, when you go to a room, it is dark, and you're on the stage, there are so many people in the audience, but there is only one spotlight. Okay? And don't let that spotlight shine on you. Let it shine on the people. I hope you understand what I'm saying. And don't do anything for me so that I'm famous or people do that kind of stuff. And don't do anything to benefit me. And there is a saying, if I'm doing a godly thing, if I am making a difference, the benefit, if I deserve anything, it will come to me. There is no doubt. And that is a heavenly purpose. I mean, that's a godly purpose. And that will come to me. There is no question. But the thing about it is, let that light shine on that people in the audience. They are the one in need of that shine, not me. And I always look at that way. I do really look at that way. But That's a great message, yes. I always look at that way. അതുപോലെ തന്നെ ഇപ്പം 2022 I have a re-election campaign coming. And I will do the best to get out, and there is so many stuff going on because the other side, they don't like me. They don't like my color, and that's a problem. And they are doing all kind of stuff. All kind of stuff. ഫ്രണ്ട്സ്, എനിക്കൊരു റിക്വസ്റ്റ് എല്ലാവരും ഇപ്പം ഇവിടെ ഇരിക്കുന്നവരോട് വാൽക്കണ്ണാടി KP ജോർജിന് വേണ്ടിയിട്ട് ഒരു ഫണ്ട് റൈസ് ചെയ്യും എന്നാണ് എൻ്റെ പ്രതീക്ഷ. വരുന്ന അടുത്ത ഇലക്ഷന് മുമ്പായിട്ട് ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് പ്രോമിസ് ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരെയും അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണമെന്നും അഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു ഫണ്ട് റൈസ് ചെയ്ത് KP ജോർജിന് വേണ്ടി സപ്പോർട്ട് ചെയ്യണം. അതൊരു KP തീർച്ചയായും കോച്ചി നിൽക്കുമ്പോൾ ആരും മുമ്പോട്ട് വരും. കാരണം ഒരു ലീഡർഷിപ്പ് എടുക്കുക എന്നുള്ളത് തമാശയായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മളിപ്പോൾ ഇത്ര ആയിരം പേര് ഇപ്പം മലയാളി എന്നുള്ള കൺസെപ്റ്റേ കളഞ്ഞത്. നമ്മളിവിടെ അമേരിക്കയിൽ വന്ന് അമേരിക്കൻ കൾച്ചർ പഠിക്കണം, അമേരിക്കൻ സൊസൈറ്റിയിലൊക്കെ നമുക്കെല്ലാം കൂടെ ഫിയറാണ്. ആദ്യം you had to get rid of a fear and you had to have a vision and certain qualities which is honesty and diligence, and there are so many things that you have to have in order to be a leader. You cannot just look for a position and little money. That's not the purpose of serving the community. So I humbly request each one of you must promise that next campaign by Balkanadi, all of you should bring one person in addition and make a good fundraiser for Let me say this. I did not come here so that I could... No. There was no purpose. I'm just saying it from I did not come here because I could raise money. But the thing about it, your love, you all are here. Even 9:30, you're not leaving. Pack up and leave. No, one So thing, that itself is... One thing, let us assure this thing. Even though Balkanadi coordinated this one, there are so many other club representatives also are here. Yeah. We will take care of it. Listen, that should be, and I tell you this, fortunately I am in a position where in the election you could always use more money. But I tell you this, when somebody decides to run, somebody is willing to take that chance, that should be start with your backyard, right here, and support people. And because the thing about it, fortunately I'm okay so far. But the thing is, when people come and, it's good to know people are supporting you and getting out and doing. And I always say this, there are people when I was running for office, people were taking 2 weeks off and standing in front of the polling station. I didn't pay them anything. And so they're doing it because they believe in something what I'm trying to do. അതുപോലെ വേറെ ലാസ്റ്റ് തിങ് ഞാൻ പറഞ്ഞേക്കാം, when heavenly purpose വെച്ചിട്ട്, when you run a campaign, God will bring things for you. He will bring the money, He will bring the right people,
and you will be successful. And the other lady who won around 29% of vote. Anyway, thank you very much. Take care. നമ്മുടെ മീറ്റിംഗ് ഇന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ ഷോർട്ട് നോട്ടീസിൽ ഇത്രയും ആൾക്കാർ വന്നതിൽ വൽക്കണ്ണാടിക്കുള്ള സന്തോഷം എന്നിൽ കൂടെ ഞാൻ അറിയിക്കാം.